എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊന്നല്ല, നമ്മുടെ വൺ പീസ് ഫാൻസിൻ്റെ വളരെ വൈൽഡായിട്ട് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന തിയറി ഉണ്ട് നമ്മുടെ ലൂഫിനെ കുറിച്ചും അതുപോലെ തന്നെ ഇമൂസാമയെ കുറിച്ചും. ആ തിയറിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ തിയറി എന്താണെന്നും അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്നും അതൊക്കെ അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ വീഡിയോ കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാനും പലരും വീഡിയോ കാണുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ ചാനൽ ഇപ്പോൾ 5K ആകാറായിട്ടുണ്ട്. ഇനി നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ 5K എന്ന് പറഞ്ഞാൽ മൈൻഡ് സ്റ്റോണിൽ എത്താൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോയേക്കാം. ഈ തിയറി പറയുന്നത് ഇങ്ങനെയാണ്. നമുക്കറിയാം നമ്മുടെ ഇമൂസാമ നമ്മളെ എൽബാഫിൽ വന്നിട്ട് ഇപ്പോൾ ജയൻസിനൊക്കെ തൻ്റെ കൺട്രോളിലാക്കി മാറ്റുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇമൂസാമയുടെ ഡെവിൾ ഫ്രൂട്ട് പവറാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിമോണിക് പവറാണോ ഇതൊന്നും നമുക്കറിയില്ല. ഒരു ബുക്ക് നമ്മുടെ ഇമൂസാമയിൽ കയ്യിലുണ്ട്. നമ്മൾ ആദ്യമായിട്ടുണ്ട് നമ്മുടെ വൺ പീസ് വേൾഡിലെ മാജിക് യൂസ് ചെയ്യുന്നത് കാണുന്നത്. അതും നമ്മുടെ ആനിമയിൽ തന്നെ ഫൈനൽ വില്ലനാകാൻ ചാൻസുള്ള ഇമൂസാമയാണ് ഇത് ചെയ്യുന്നത്. എന്നാലും നമ്മുടെ ഇമൂസാമ എന്തിനായിരിക്കും എൽബാഫിൽ വന്നത്? നമ്മുടെ ഹോളി നൈറ്റ്സിനോട് പെട്ടെന്ന് ഹോളി നൈറ്റിൽ വരാനും പറയാനാണെങ്കിൽ ഇമൂസാമ അവിടെ വന്ന് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മുടെ ഗംഗുവിൻ്റെ ബോഡിയിൽ നിന്ന് അവരോട് പറഞ്ഞിട്ട് തിരിച്ചു പോയാൽ പോരെ. ഒരു പക്ഷേ നമ്മുടെ ഇമൂസാമ എൽബാഫിലേക്ക് വരാനുള്ള മെയിനായിട്ടുള്ള കാരണം ഇമൂസാമയുടെ പവർ നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യേണ്ട പവർ കൂടി നമ്മുടെ ഇമൂസാമക്ക് ഉണ്ട്. ഒരു പക്ഷേ ഇങ്ങനെ ഇമൂസാമ വന്നിട്ടുള്ളത് നമ്മുടെ എൽബാഫിലെ എല്ലാ ജയൻസിനെയും നമ്മുടെ ഇമൂസാമയുടെ ഭാഗത്ത് ആക്കിയതിന് ശേഷം നമ്മുടെ ലൂഫിനെ എൽബാഫിൽ വെച്ച് തന്നെ തീർക്കാനായിരിക്കും ഒരു പക്ഷേ ഇമൂസാമ ശ്രമിക്കുന്നത്. അതിനുള്ള കാരണം മറ്റൊന്നുമില്ല, നമ്മുടെ ഇമൂസാമക്കറിയാം നമ്മുടെ ലൂഫി എത്രമാത്രം ഡേഞ്ചറാണെന്ന്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൂഫി ഇപ്പോൾ ഗിയർ 5 അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എന്താണെന്ന് നടക്കുമെന്ന് നമ്മുടെ ഇമൂസാമക്ക് അറിയാം. ഇമൂസാമ 2 ടൈമിൽ നമ്മുടെ ജോയ് ബോയ് ആയിട്ടും അതുപോലെ തന്നെ നിക്കയായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിക്കയുടെ പവേഴ്സ് അതുപോലെ ജോയ് ബോയുടെ പവേഴ്സും എത്രമാത്രം ഡെഡ്ലിയാണെന്ന് ഇമൂസാമക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മുടെ ഇമൂസാമ നമ്മുടെ ലൂഫി നമ്മുടെ ജോയ് ബോയുടെ ഈ പവേഴ്സ് അല്ല നിക്ക ഫ്രൂട്ടിൻ്റെ ഈ പവേഴ്സിൽ ഫുള്ളി മാസ്റ്ററി നേടുന്നതിന് മുമ്പ് നമ്മുടെ ലൂഫിനെ തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എൽബാഫിൽ വന്നത്. അല്ലെങ്കിൽ തീർക്കാതെ നമ്മുടെ ലൂഫിനെ ഡിഫീറ്റ് ചെയ്ത് മറ്റ് ജയൻസിനെയൊക്കെ തൻ്റെ കൺട്രോളിലാക്കിയതുപോലെ നമ്മുടെ ലൂഫിനെയും തൻ്റെ കൺട്രോളിലാക്കാനായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ഇമൂസാമ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മുടെ ലൂഫിനെ നമ്മുടെ ഇമൂസാമക്ക് ഡിഫീറ്റ് ചെയ്യേണ്ടി വരും. അതായിരിക്കും നമ്മുടെ ഇമൂസാമ നമ്മുടെ എൽബാഫിൽ ഇപ്പോൾ ആക്ഷൻ എടുക്കാൻ കാരണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജയൻസിനെയൊന്നും തൻ്റെ കൺട്രോളിലാക്കിയതുപോലെ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ലൂഫിനെയും അതുപോലെ തന്നെ മറ്റുള്ള പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ഓവർ പവർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ തൻ്റെ കൺട്രോളിലേക്ക് നമ്മുടെ ഇമൂസാമക്ക് ആക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൂഫിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ഇമൂസാമ ഇപ്പോൾ എൽബാഫിൽ വന്നിട്ടുണ്ടാകുക. ഇമൂസാമയ്ക്ക് ഇപ്പോൾ നമ്മുടെ ലൂഫിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിന് ഒത്തിരി ഈസിയാണ്, പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമൂസാമയ്ക്ക് മറ്റുള്ളവരെ തന്നെ കൺട്രോളിലാക്കാൻ പറ്റും. ഇപ്പം തന്നെ ഡോറി ബ്രോയി അതുപോലെ തന്നെ ഒരുപാട് ജയൻസിനെ തൻ്റെ കൺട്രോളിലാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇനി ഒരു പക്ഷേ നമ്മുടെ ഇമൂസാമ നമ്മുടെ സ്ട്രോ ഹാൻഡ്സിലെ ആരെങ്കിലും തൻ്റെ കൺട്രോളിലാക്കുകയോ നമ്മുടെ ലൂഫിക്കെതിരെ വിടുകയും ചെയ്താൽ ലൂഫിക്ക് അവരോട് ഫൈറ്റ് ചെയ്യാൻ എന്തായാലും പറ്റുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ലൂഫി സറണ്ടർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ലൂഫി ഇത് കാരണം തന്നെ നമ്മുടെ ഇമൂസാമയോട് ഫൈറ്റ് ചെയ്യാൻ പറ്റാത്ത നില വരും. അപ്പോൾ നമ്മുടെ ലൂഫിനെ ഈസി ആയിട്ട് തന്നെ ഇമൂസാമയ്ക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റിയേക്കും. ഒരു പക്ഷേ ഇങ്ങനെ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇമൂസാമ നമ്മുടെ ലൂഫിനെ തൻ്റെ കൺട്രോളിലേക്ക് മാറ്റുകയും ചെയ്യും കുറച്ച് സമയത്തേക്ക്. ഇങ്ങനെയൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട്. ഈ തിയറി പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ തിയറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളെ കൃത്യമായിട്ട് എന്നാൽ മറ്റൊരു വീഡിയോ കാണുന്നതിൽ ബൈ.